ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താ ചെയ്യുക? പാനിക് ആവരുത്, പതറിപ്പോവരുത്. സെക്കൻഡ്സ് മാറ്റർ. ഈ പറയുന്ന കുറച്ച് സയൻസ് ശ്രദ്ധിക്കുക, ബാക്കിയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഭക്ഷണം തൊണ്ടയിൽ കൊടുങ്ങുമ്പോൾ ചോക്കിംഗ് എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ എല്ലാവരും കാണിക്കുന്ന ഒരു യൂണിവേഴ്സൽ സൈൻ ആണ്, അതിന് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്നാ പറയാ. രണ്ട് കൈ എടുത്ത് തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കും. അതുപോലെ ആൾക്ക് ചിലപ്പോൾ സംസാരിക്കാനും പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോക്ക് ചെയ്യാണോ, ശ്വാസമുട്ടലുണ്ടോ, ഭക്ഷണം കുടുങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ആൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുള്ളൂ, ത്രോട്ടിലേക്ക് പോയിന്റ് ചെയ്യാം. ചിലപ്പോൾ ആള് ചിലപ്പോൾ ചുമയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചുമയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില സൈൻസ്, ആളുടെ ചുണ്ട്, കയ്യിലെ നഖങ്ങള്, ഫേസ്, ഇതൊക്കെ ചെറുതായിട്ട് ബ്ലൂ കളറായി തുടങ്ങും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ആർ യു ചോക്കിംഗ്, നിങ്ങളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കും. ഒന്നെങ്കിൽ തൊണ്ടയിൽ പിടിച്ച് കാണിക്കും, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യും. ആളിനോട് ചുമയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആൾ നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ചുമച്ച് ചിലപ്പോൾ ഭക്ഷണ സാധനം പുറത്തേക്ക് വരാം. ഈ ആള് ചുമക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആൾ ഇരിക്കുന്ന പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ ആളിനെ എണ്ണിപ്പിക്കുക, കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കാൻ പറയാം. ഇപ്പൊ നമ്മൾ ആളിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആളിന്റെ തോളിന്റെ തൊട്ട് താഴെ നമ്മളുടെ രണ്ട് സ്കാപ്പുല എന്ന് പറയുന്ന ബോൺസ് ഉണ്ട്, അതിന് നടുക്ക് വശം ബാക്ക് സൈഡിൽ നമ്മൾ കൈയുടെ ഏകദേശം ഈ പാർട്ട് വെച്ച് കൈ എടുക്കുക, കൈയുടെ ഈ പാർട്ട് വെച്ച് ശക്തമായിട്ട് 5 തവണ അടിക്കണം. നമ്മൾ 5 തവണ അടിച്ചതിന് ശേഷവും ആളുടെ വായിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിന്റെ പേരാണ് അബ്ഡോമിനൽ ത്രസ്റ്റ്, അതായത് വയറിൽ പുഷ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നമ്മൾ 2 കൈ യൂസ് ചെയ്യണം. നമ്മുടെ വലത് കൈ എടുക്കുക, മുഷ്ടി ചുരുട്ടുക, ഇടത് കൈ എടുക്കുക, വലത് കൈയെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കുക. അതിനുശേഷം നമ്മൾ ആളിനെ പുഷ് ചെയ്യണം. അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നാ പറയാം, അതായത് വയറിലേക്ക് പുഷ് ചെയ്യുന്ന പ്രോസസ്സ്. എവിടെയാണ് പുഷ് ചെയ്യേണ്ടത്? ആളുടെ നേവലിന് മുകളിലും നെഞ്ചിന്റെ താഴെ. ഏത് പൊസിഷനിലാണ് പുഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തേക്കും മുകളിലേക്കും. അകത്തേക്ക് പുഷ് ചെയ്യുക, മുകളിലേക്ക് പുഷ് ചെയ്യുക. ഒരു ജെ ഷേപ്പ് നോർത്താൽ മതി. അങ്ങനെ നമ്മൾ 5 തവണയാണ് പുഷ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 5 തവണ ആളിന്റെ ബാക്ക് സൈഡിൽ തട്ടി, അതിനുശേഷം 5 തവണ വയറിൽ അമർത്തുന്ന പ്രോസസ്സും ചെയ്തു. ഇനി നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കാം. ആള് കുടുങ്ങിയ ഭക്ഷണം പുറത്തേക്ക് തുപ്പാം, അല്ലാന്നുണ്ടെങ്കിൽ ആള് കുഴഞ്ഞു വീഴും. ആള് കുഴഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് ആദ്യം വിളിക്കുക. ഇനി ആള് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് വാച്ച് ഇറ്റ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമില്ലേ, അതിന്റെ പേരാണ് ഹെംലിക് മാനുവൽ. ഓർക്കുക, ചോക്കിംഗ് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു എമർജൻസിയാണ്. പാനിക് ആവരുത്, ഫോക്കസ്ഡ് ആയിട്ട് ഈ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് ഹെംലിക് മാനുവൽ പെർഫോം ചെയ്ത് നിങ്ങൾക്കും ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ടൈം ബി എ ലൈഫ് സേവർ.